എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ ആശംസകളോടെ തുടങ്ങുകയാണ് വാർത്ത. ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് നമ്മൾ അമേരിക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്കയിൽ സ്നോ സ്റ്റോം, അത് ചുഴലി, ശരിക്കും നല്ല മഞ്ഞ് വീഴ്ചയോടൊപ്പം മഞ്ഞോടുകൂടി തന്നെയാണ് അടിക്കുന്നത്. ശരിക്കും രണ്ട് പ്രൊവിൻസുകളിൽ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ന്യൂയോർക്കിൽ അടുത്ത അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. ന്യൂയോർക്കിലേക്ക് ആഞ്ഞടിക്കുകയാണ് ഇപ്പം ഈ സ്നോ സ്റ്റോം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിലുള്ള വിഷയമല്ല ഇത്. ശരിക്കും ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുകയാണ്. വൻ നാശനഷ്ടങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ സംഭവിക്കാനിരിക്കുകയാണ്. ഇനി വരുന്ന 3 ദിവസങ്ങൾ കൂടി ഈ സ്നോ സ്റ്റോം അമേരിക്കയിൽ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോസിയാന, ടെക്സസ്, ഈ 2 പ്രൊവിൻസുകളിലാണ് ഈ 2 ഏരിയയിലൂടെ ഇത് കടന്നു പോയിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതേ മാതൃകയിലുള്ള ഈ സ്നോ സ്റ്റോം അവിടെ അനുഭവപ്പെട്ടതായിട്ടാണ് വാർത്തകൾ പറയുന്നത്. ഇമാതിരിയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റുകളൊക്കെ നടക്കുമ്പോഴത്തേക്കും ശരിക്കും ഇലക്ട്രിസിറ്റി വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇലക്ട്രിസിറ്റിയിലാണ് മോർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അമേരിക്ക. ശരിക്കും അവരുടെ ഒരു ഫെസിലിറ്റി, കാരണം തണുപ്പ് കൂടുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇലക്ട്രിസിറ്റിയാണ്. കാരണം ഹീറ്റർ സിസ്റ്റം പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ അവിടെ ഈ പെട്ടെന്നുള്ള ഒരു തണുപ്പിനെ ചേർത്ത് തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മുന്നിൽ ഒരു സൈഡിൽ ഇറാന്റെ മുന്നിൽ അമേരിക്ക സ്റ്റാൻഡ് ഓഫ് ചെയ്ത് ഫേസ് ഓഫ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഉള്ളിലേക്ക് മറ്റൊരു സൈഡിലുള്ള ഒരു ദുരന്തം എന്ന് തന്നെ പറയാം ഇതിനെ. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു മാപ്പ് വെക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ഇതാണ് ഇറാന്റെ ഉള്ളിൽ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്ന പോസിബിൾ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മാപ്പ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ശരിക്കും യുദ്ധം എന്ന് പറഞ്ഞാൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇറാനെ അടിക്കുക എന്നുള്ളത് ഇന്നവിറ്റബിൾ ആണെന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാൻ, ഞങ്ങളുടെ സൈഡിൽ നല്ല രീതിയിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട്, നിങ്ങളുടെ കപ്പലുകളെ ചാരമാക്കാൻ കെൽപ്പുള്ള മിസൈലുകൾ ഞങ്ങളുടെ പക്കലുണ്ട്, ഞങ്ങൾ കൃത്യമായിട്ട് സ്വിച്ചിൽ കൈവച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, നിങ്ങളൊന്ന് തൊട്ട് നോക്കൂ, നിങ്ങളുടെ കപ്പലുകളെ ഞങ്ങൾ അടിച്ചിടുമെന്നാണ് ഇറാന്റെ സൈഡിൽ നിന്നുള്ള വെല്ലുവിളി. ശരി, എനിവേ വെല്ലുവിളികളൊക്കെ ഒരു സൈഡിൽ നടക്കട്ടെ. അമേരിക്കയുടെ വെല്ലുവിളി നമ്മൾ കണ്ടതാണ്, ഇറാന്റെ വെല്ലുവിളികളും നമ്മൾ കണ്ടതാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം നമുക്ക് ഈ ഇടപെട്ട കാലത്ത് നടന്നതിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ വിലയിരുത്തലുകൾ നമ്മൾ നടത്തിയതാണ്. ഇറാൻ അങ്ങനെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ വെനിസുലയെ പോലെ പത്തിമടക്കി പോകുന്ന ഒരു രാജ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, വെനിസുല ഒരു ഹെലികോപ്റ്ററെ പോലും അടിച്ചു വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ഞാൻ പറയുന്നത് ഒരേ ഒരു അതായത് അമേരിക്കയുടെ ഒരു ഷിപ്പ്, ഒരു ഷിപ്പിൽ മാത്രം നിങ്ങൾ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഷിപ്പ് അടിച്ചാൽ മതി, ഒറ്റ ഷിപ്പ്. അത് അടിച്ചിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ, പിന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ ആവാം. അമേരിക്കയുടെ ഡയലോഗിനെ ഞാൻ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അമേരിക്ക ഹൂത്തികളുടെ മുന്നിൽ പോയിട്ട് ഇതേപോലെ അബ്രഹാം ലിങ്കനും ഇതേപോലെ പടക്കോപ്പുകളുമായിട്ടൊക്കെ പോയി 2-3 ദിവസത്തേക്ക് ഹൂത്തികളുടെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ബോംബിട്ടിട്ട് ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോയ ആൾക്കാരാണ് അമേരിക്ക. പിന്നെ ഹൂത്തികൾ വിളിച്ച് പറഞ്ഞു, എക്സ്ക്യൂസ് മീ അമേരിക്ക, ഇവിടെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ 9 MQ-9 റീപ്പർ ഡ്രോണുകളാണ് ഞങ്ങൾ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നത്, ഞങ്ങളെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള വെല്ലുവിളികൾ വീണ്ടും തുടർന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എവിടെ? ഹൂത്തികളുടെ അടുത്ത് പോലും. അതാണ് അമേരിക്കയുടെ ചരിത്രം. പിന്നീട് ഹൂത്തികളെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ഹൂത്തികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ കൊണ്ട് മാത്രമാണ്. ഇസ്രായേൽ അവരുടെ എൻറ്റയർ ക്യാബിനറ്റാണ് തകർത്തത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഹൂത്തികളെ കുറച്ചെങ്കിലും അടക്കി നിർത്താൻ കഴിഞ്ഞത്. അല്ലാതെ അമേരിക്കയെ കൊണ്ടൊന്നും ഒരു രീതിയിലും ഒന്നും അവിടെ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളിപ്പം നൈജീരിയയിൽ റീസെന്റ് ആയിട്ട് ട്രംപ് പോയി അവിടെ ബോംബിട്ടതാണ്. അവിടെ ഈ ബൊക്കോ എന്ന് പറഞ്ഞ ടീമുകൾക്കെതിരെ അവിടെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ബോംബിടാൻ പോയി. ശരിക്കും പറഞ്ഞാൽ ഡെഡ് സ്പേസിലാണ് ബോംബിട്ടതായിട്ടാണ് വാർത്തകൾ പിന്നീട് പുറത്തു വന്നത്. നൈജീരിയയുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അവിടെ തീവ്രവാദികളൊന്നുമില്ല, അത് ജസ്റ്റ് വെറും ലാൻഡ് ആയിരുന്നു. അവിടെ ബോംബ് പൊട്ടാതെ അവിടെ പതിഞ്ഞു കിടക്കുമായിരുന്നു മണ്ണിന്റെ അടിയിൽ. അപ്പോൾ പിന്നീട് അത് തോണ്ടിയെടുത്ത് പത്രക്കാർ ഫോട്ടോ എടുത്ത് വലിയ രീതിയിൽ അത് ചർച്ചയായതാണ്. ടോമോക്സ് എന്ന് പറഞ്ഞ ആ ഒരു മിസൈലാണ് അവിടെ പൊട്ടാതെ വീണ് കിടന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇറാന്റെ ഉള്ളിൽ ഇനിയിപ്പോൾ എന്ത് കാണിക്കും നമുക്കറിയില്ല. ഇറാന്റെ ഉള്ളിൽ ഇനി 2 ബോംബിട്ടിട്ട് ഞങ്ങൾ റെജീം ചേഞ്ച് നടത്താനാണ് വന്നതെന്ന് പറഞ്ഞ് ഇറാൻ ഗവൺമെന്റ് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് മടങ്ങി പോകുമെന്ന് നമുക്കറിയില്ല. ഇതാണ് സാഹചര്യം. ഇപ്പം ഞാനിവിടെ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഈ മാപ്പിൽ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചബഹാർ പോർട്ടും അമേരിക്കയുടെ ലിസ്റ്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ആയത്തുൽ അലി ഖമനേയി ഇറാന്റെ ഉള്ളിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് എന്ന് കരുതുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പോട്ടുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-11 സ്ഥലം ആ ഒരു ഗൾഫ് ഏരിയയിൽ തന്നെ ഒരു 12 സ്ഥലത്തോളം ഇവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ തെഹ്റാൻ ഒരു മെയിൻ സ്പോട്ടായിട്ട് ഇവർ കരുതുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം തന്നെ റിഫൈനറികളും ഓയിൽ റിഫൈനറികൾ, അതേപോലെ തന്നെ പല പ്രൊഡക്ഷൻ ഏരിയകൾ, പല മിലിറ്ററി സ്ഥാപനങ്ങൾ, IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇതുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് പൗസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ സ്ഥലങ്ങളാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു മാപ്പ് ഇപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. ഇതാണ് പ്രെഡിക്റ്റബിൾ അറ്റാക്കിംഗ് സോൺ. അമേരിക്കയുടെ ഉള്ളിൽ ഈ സ്നോ സ്റ്റോമിനെ തുടർന്ന് ഒരു പാനിക് സിറ്റുവേഷനാണ്. ആ പാനിക് സിറ്റുവേഷനിൽ നിരവധി ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കിയതിൽ ഏതാണ്ട് 7 ലക്ഷം പാസഞ്ചർ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ പെട്ടിരിക്കുകയാണ്.
അപ്പോൾ ന്യൂയോർക്കിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത പാനിക് സിറ്റുവേഷനാണ്. പൊതുജനങ്ങളെല്ലാം തന്നെ അവിടെ സൂപ്പർ മാർക്കറ്റുകൾ എം ടി ചെയ്യാണ്. സൂപ്പർ മാർക്കറ്റുകൾ എം ടി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടുള്ള സാധനങ്ങളൊക്കെ പെറക്കിക്കൊണ്ട് പോകാണ്. കാരണം ഇനിയിപ്പോൾ എത്ര ദിവസത്തേക്ക് ഈ ഒരു സ്നോ സ്റ്റോം ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചുഴലിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കരുതിക്കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അമേരിക്കയിലെ ഒരു 7 പ്രൊവിൻസുകളിലുള്ള ജനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാനിക് സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. യു കെയും അമേരിക്കയും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതായത് നാറ്റോ സോൾജേഴ്സിനെ നെഗറ്റീവായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ 400-ലധികം യു കെ സോൾജേഴ്സ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഈ മരണപ്പെട്ട സോൾജേഴ്സിനെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നാണ് കീർ സ്റ്റാർമർ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് ട്രംപ് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് യു കെ ബ്രേവ് സോൾജേഴ്സ്, അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ദേ ആർ വെരി ബ്രേവ് ആൻഡ് പവർഫുൾ സോൾജേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോൾജേഴ്സിന്റെ കോൺട്രിബ്യൂഷനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടാണ് പബ്ലിഷ് ചെയ്തത്. അതിനെ തുടർന്ന് യു കെ മാത്രമാണ് അഫ്ഗാനിസ്ഥാനിൽ വന്ന് ഫൈറ്റ് ചെയ്തത്. 50 സോൾജേഴ്സ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരും നല്ല രീതിയിൽ തന്നെയാണ് പൊരുതിയത്. അപ്പോൾ പൊതുവിൽ നാറ്റോയിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് സോൾജേഴ്സ് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ പങ്കെടുത്തോ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരുപോലെ അഭിനന്ദിക്കണമെന്നാണ് ജോർജിയ മെലോണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിവേ ട്രംപിന് ഒരു നാക്കുപിഴ എന്തോ സംഭവിച്ചു. നാറ്റോ സോൾജേഴ്സ് അവർ വേണ്ട രീതിയിൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചില്ല, അവർക്ക് എഫിഷ്യൻസി പോരാ എന്നുള്ള രീതിയിൽ അപമാനിക്കുന്ന തരത്തിലാണ് പറഞ്ഞു വെച്ചിരുന്നത്. അതിനെ ഇപ്പം തിരുത്തി പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. നാറ്റോ എന്ന് മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല, യു കെ സോൾജേഴ്സിനെ മാത്രം സ്പെസിഫിക് ആയിട്ടാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക എവിടെ പോയാലും യു കെ ആണ് അവരെ താങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ യു കെയെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും വന്നത്. അത് അമേരിക്കയുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, പെന്റഗന്റെ സെക്രട്ടറി ഓഫ് വാർ നമ്മളുടെ പീറ്റർ ഹെഗ്സത്ത് പുള്ളിക്കാരനും കൂടി ഈ സ്റ്റേറ്റ്മെന്റ് ഏറ്റു പറഞ്ഞു എന്നുള്ളതാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് യു കെ വിഷയത്തിൽ റിറ്റാലിയേറ്റ് ചെയ്യാൻ വഴിയൊരുങ്ങിയത്. അപ്പോൾ ഇറാൻ ഞങ്ങളുടെ അടുത്ത് മോഡേൺ ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ നിങ്ങളെ തച്ച് തകർത്ത് കളയുമെന്ന് ഇറാൻ കടുത്ത ഭീഷണിയാണ് അമേരിക്കയ്ക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും ഇനി അമേരിക്ക ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നാണക്കേടാണ്. ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാന്റെ സൈഡിൽ വന്നിരിക്കുന്നത്. ഡയലോഗ് ഒരു സൈഡിൽ ഇരിക്കട്ടെ, ഇപ്പോൾ അമേരിക്ക മറ്റൊരു സൈഡിൽ കാണിക്കുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നും കാർഗോ വിമാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണെന്ന് പറഞ്ഞാൽ KC-135 ടാങ്ക്, അതേപോലെ തന്നെ US എയർക്രാഫ്റ്റ് C-17 ഇത് കാർഗോ എയർക്രാഫ്റ്റ് ആണ്. ഇത് കൃത്യമായിട്ട് ഷട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്കാണ് ഈ ഷട്ടിൽ കംപ്ലീറ്റ് നടക്കുന്നത്. എല്ലാ സ്ഥലത്തും വെപ്പൺ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോറേജ് ചെയ്യുകയാണ്. ജോർദാന്റെ ബേസിൽ ലോഡ് ചെയ്തിട്ടുണ്ട്, ഖത്തർ ബേസ് ഫുള്ളി ലോഡഡ് ആണ്, കുവൈറ്റിന്റെ എയർബേസ് ലോഡഡ് ആണ്. അതുപോലെ തന്നെ ഡീഗോ ഗാർസിയയിലാണ് ഏറ്റവും കൂടുതൽ C-17 അൺലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആയുധം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക. അതേപോലെ സൈപ്രസിലുള്ള എയർബേസിലും അമേരിക്ക ആയുധങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ഒരു മാസ് മൂവ് ആണ് നടത്തിയിരിക്കുന്നത്. 22 ഷിപ്മെന്റ് മിഡിൽ ഈസ്റ്റ് ഏരിയയിലുള്ള ബേസുകളിൽ മാത്രം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. 22 ഷിപ്മെന്റ്സ്. ഇത് ചെറിയ നീക്കമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള നീക്കമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് ഇന്നെവിറ്റബിൾ ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ആ രീതിയിലാണ് മൂവ്മെന്റ്സ് നടക്കുന്നത്. UAE, ജോർദാൻ പോലത്തെ രാജ്യങ്ങളൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ഇടപെടേണ്ട എന്ന് മാറി നിൽക്കുകയാണ്. അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പൊസിഷൻ എടുത്താൽ മതി എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇറാന്റെ ഉള്ളിൽ നടന്ന കൊലപാതകങ്ങളുടെ വർദ്ധിച്ച നമ്പേഴ്സ്, ഭീമമായ നമ്പേഴ്സ്, 36,500 എന്നൊക്കെ പറഞ്ഞാൽ വലിയ നമ്പറാണ്. പിന്നീട് എല്ലാ രാജ്യങ്ങളും തന്നെ അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഒരു രീതിയിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടോ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളും ഈ അറബ് രാജ്യങ്ങളുടെ പക്കൽ നിന്ന് വന്നിട്ടില്ല ഇതുവരെ. അതും ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വിഷയമാണ്. ഇതൊക്കെ തന്നെ സൈലന്റ് ഡിപ്ലോമസിയാണ് ഇവരെല്ലാം കീപ്പ് ചെയ്യുന്നത്. സൗദി അറേബ്യയിലും അമേരിക്ക ആയുധങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സൗദി അറേബ്യ ഓപ്പൺ ആയിട്ട് അതിനെ അംഗീകരിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. രഹസ്യമായിട്ട് സൗദി അറേബ്യയുടെ ഉള്ളിലും അമേരിക്ക ആയുധങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ഒരു യുദ്ധഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ കൺവെൻഷണൽ ആയുധ ഉൽപ്പാദനം അവർ കൂട്ടിയിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പക്കൽ നിരവധി മിസൈലുകളുണ്ട്. അവർ തുരുതരാ മിസൈലുകൾ വിടും. ഈ മിസൈലുകൾ വിടുക എന്നുള്ളതാണ് ഇറാന്റെ ഒരു പ്രത്യേകത. അവർ മിസൈലായിരിക്കും വിടുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല അവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പേ ഇസ്രായേലിനെതിരെ ഇറാൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അവർ തുരുതരാ മിസൈലുകളാണ് വിടുന്നത്. അതും തന്നെ N നമ്പർ ഓഫ് മിസൈൽസ് അവർ വിടും. അപ്പോൾ അങ്ങനത്തെ തുരുതരാ മിസൈലുകൾ വിടുമ്പോഴത്തേക്കും 1-2 എണ്ണം അല്ലെങ്കിൽ 3-4 എണ്ണം ഒക്കെ മിസ്സായി അതിൽ ചിലതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ആ സാഹചര്യത്തിലാണ് ആ മിസൈലുകൾ ടാർഗറ്റ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് അറ്റൈൻ ചെയ്ത് അമേരിക്കയുടെ കപ്പലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശരിക്കും അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ്, തിരിച്ചടിയാണ്. അമേരിക്ക എത്ര തന്നെ ഇറാനെ ആക്രമിച്ചാലും അത് വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കരുതപ്പെടില്ല. കാരണം അമേരിക്ക ഒരു സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യമാണ്. പക്ഷേ നേരെ മറിച്ച് ഇറാന്റെ പക്കൽ നിന്നും ഒരു 2-3 മിസൈലുകൾ വന്ന് അമേരിക്കയുടെ കപ്പലുകളുടെ മേളിൽ പതിച്ചു കഴിഞ്ഞാൽ ശരിക്കും അമേരിക്കയ്ക്ക് അത് നാണക്കേടാണ്. എനിവേ ഇപ്പം അബ്രഹാം ലിങ്കൻ ഉൾപ്പെടെയുള്ള എല്ലാ വാർഷിപ്പുകളെല്ലാം കൊണ്ട് നിരത്തി വെച്ചിരിക്കുകയാണ് അമേരിക്ക. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ കാണിച്ച മാപ്പിൽ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ
അവിടെയാണ് കൂടുതൽ ഒളിത്താവളങ്ങൾ ഉള്ളതായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അമേരിക്ക. അപ്പോൾ ഇവിടെയുള്ള ഒളിത്താവളങ്ങളിൽ ഏതെങ്കിലും ബങ്കറുകളിൽ ആയത്തുള്ള അലി ഖമനേയി ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ ആ സ്ഥലം കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്താനാണ് അമേരിക്ക ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൺഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് അമേരിക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത്. കാരണം ഇറാൻ്റെ ഉള്ളിൽ ഇൻ്റർനെറ്റ് ഇല്ല. കംപ്ലീറ്റ് ഡ്രോൺ വെച്ചിട്ട് ഇവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് വേണം ആക്രമണങ്ങൾ നടത്താൻ. ആ ചാലഞ്ചാണ് അമേരിക്കയുടെ മുന്നിലുള്ളത്. കാരണം അവിടെ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ദുരിതര അവിടെ നിന്ന് ഇങ്ങോട്ട് മിസൈലുകൾ വരും. പിന്നീട് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും ഡിസ്റ്റൻസിൽ വന്ന് ഇറാന്റെ മേളിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു യുദ്ധം നടത്തുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പണിയല്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക കരുതലോടാണ് നീങ്ങുന്നത്. മെജോറിറ്റി അനലിസ്റ്റുകളെല്ലാം തന്നെ വിലയിരുത്തുന്നത് കൃത്യമായിട്ട് ആയത്തുള്ള ഖമനേയി ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇസ്രായേൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ലെബനാന്റെ ഉള്ളിലേക്ക് ഒരു ആക്രമണം, അവിടെ ഹിസ്ബുള്ളയുടെ ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ച ആക്രമണം, അതേപോലെ ഗാസയ്ക്കുള്ളിൽ സദൻ ഗാസ ഭാഗത്ത് ടണൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അവിടെയും ആക്രമണം. ഈ എത്ര ടണലാണ് ഇനി ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം തുടർച്ചയായിട്ട് ഇപ്പം ചെറിയ സ്ഥലമാണിത്, ഒരു 60 ശരിക്കും പറഞ്ഞാൽ ഒരു 60 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ഥലത്ത് ഏതാണ്ട് 60% ഇസ്രായേൽ ഓൾറെഡി തന്നെ സീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി ചെറിയൊരു പോർഷനാണ് യെല്ലോ ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ടണൽ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണങ്ങൾ തുടരെ നടക്കുന്നുണ്ട്. ഗാസയ്ക്ക് വേണ്ടിയായാലും പീസ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനത്തിൻ്റെ ഒരു ബോർഡ് രൂപീകരിക്കുകയും അതിലേക്ക് പെർമനന്റ് മെമ്പറായിട്ട് ആജീവനാന്തം ചെയർമാൻഷിപ്പിലേക്ക് ട്രംപിനെ അവരോധിച്ചുകൊണ്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ടാണ് ഈ സംഘടന 2 ദിവസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത്. ഈ സമാധാനം സെക്കൻഡ് ഫേസിലേക്ക് കടന്നിട്ടും ആക്രമണത്തിന് ഒരു കുറവില്ല. ഇത് തന്നെയാണ് നമ്മൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ഇത് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ അജണ്ട മാത്രമാണ് ഗാസ പീസ് ബോർഡ് എന്നുള്ളത്. ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് പീസ് ഒരു ഇന്റർനാഷണൽ സംഘടനയായിട്ട് മാറ്റിക്കൊണ്ട് ട്രംപിന്റെ ഒരു പേഴ്സണൽ സംഘടനയായിട്ട് ഇത് മാറുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപാണ് നിലവിലെ ചെയർമാൻ. ട്രംപ് ജീവിച്ചിരിക്കുന്നിടത്തോളം ട്രംപ് ആയിരിക്കും ചെയർമാൻ. ട്രംപ് പ്രസിഡന്റ് അല്ലെങ്കിലും ബോർഡ് ഓഫ് പീസിന്റെ ചെയർമാൻ. ഇനി ട്രംപ് ഇല്ലാതാവുന്നെങ്കിൽ ജറാദ് കുഷ്ണർ ട്രംപിന്റെ മരുമകനായിരിക്കും അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് മാറുകയാണ്. ഈ ബോർഡ് ഓഫ് പീസിന്റെ പുറകിൽ നടക്കുന്ന കളികൾ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് മെമ്പർഷിപ്പ് സ്റ്റേക്ക് ഹോൾഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി, ആ കമ്പനിക്കുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ഗാസയെ അവർ വല്ലാത്ത രീതിയിൽ റിയൽ എസ്റ്റേറ്റ് മാറ്റാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അതിന്റെ ബ്ലൂ പ്രിന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് അവിടെ നടക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്, മറ്റൊരു വിഭാഗം ആൾക്കാർ ഇതിനെ ഒരു പുരോഗതി എന്നുള്ള നിലയിലാണ് നോക്കിക്കാണുന്നത്. അപ്പം 2 തരത്തിലും വാദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ ഗാസയിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ ഗാസയിൽ നിന്നും യഥാർത്ഥത്തിൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഇസ്രായേലിന് ഇത് എങ്ങനെ ഗുണം ചെയ്യും, അപ്പോൾ ഈ 2 വിഷയങ്ങളിലാണ് ഇപ്പം ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്നത്. ഹമാസിനെ ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കുമെന്നാണ് ബോർഡ് ഓഫ് പീസിൽ സംസാരിച്ച ജറാദ് കുഷ്ണർ പറഞ്ഞു വെച്ചത്. ഉക്രൈനിൽ കീവ് നഗരത്തിലായിക്കോട്ടെ അതേപോലെ പല നഗരങ്ങളിലും ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ റഷ്യ ഗുരുതരമായ രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതുകൊണ്ട് തന്നെ 30 പവർ സ്റ്റേഷൻസ് ആണ് അടിച്ചു കളഞ്ഞത്. അപ്പോൾ വലിയൊരു ഏരിയ ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ജനറേറ്റർ വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പം സെലൻസ്കി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പണ്ട് ഉക്രൈൻ ആയുധം കൊടുത്തുകൊണ്ടിരുന്ന യൂറോപ്പ് ഇപ്പം 447 ജനറേറ്ററാണ് ഇപ്പം ഇതുവരെ അയച്ചു വെച്ചിരിക്കുന്നത്. ഉക്രൈൻ യൂറോപ്പ് ശരിക്കും ഇച്ചിരി പുറകോട്ട് പിന്മാറുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ അവസ്ഥ ഇങ്ങനെ തന്നെ തുടർന്നാൽ സെലൻസ്കി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാണ്. അത് വീണ്ടും സെലൻസ്കി സംസാരിക്കാൻ ഭയങ്കര മിടുക്കനാണ്. അപ്പോൾ സെലൻസ്കിയുടെ ആ ഒരു ടാക്ടിക്കൽ വേർഡിങ്സ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മാർഗത്തിലേക്ക് വരണം. അതായത് സെലൻസ്കി എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും. അല്ലാതെ എല്ലാ കാലം നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അമേരിക്കയോടൊപ്പം നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രംപിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്ന് ട്രോളിയിരിക്കുകയാണ് സെലൻസ്കി. ഇത് ട്രംപ് കൃത്യമായിട്ട് ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ട്രംപ് ഇതൊക്കെ വൗച്ച് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനുള്ള മറുപടികളൊക്കെ വരും. അത് പിന്നീട് ഏതെങ്കിലുമൊക്കെ ഒരു നെഗോഷിയേഷൻ ടോക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് പോയിട്ട് എനിക്ക് വെപ്പൺ വേണമെന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ എയ്ഡ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ ഇതൊക്കെ സംഭവിക്കും. പക്ഷേ സെലൻസ്കിക്ക് ഒരു ധാരണ ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ട്രംപ് ഒരു തരത്തിലും ആയുധങ്ങളോ അല്ലെങ്കിൽ പൈസയോ ഇനി തന്ന് സഹായിക്കാനുള്ള മാർഗ്ഗങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കട്ടയ്ക്ക് തന്നെ ട്രംപിനെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞു കളയാം എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് യൂറോപ്പുമായിട്ട് ഇത്തരത്തിൽ അമേരിക്കയെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഉക്രൈൻ അതിലും ബെറ്ററാണ്, ഉക്രൈൻ്റെ മാർഗമാണ് ശരി, ഉക്രൈൻ എടുത്ത നിലപാടാണ് സെലൻസ്കിയുടെ ശരി, യൂറോപ്പിന്റെ ശരി എന്നുള്ള രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യൂറോപ്പ് ഇപ്പോൾ ടോട്ടലി ശരിക്കും ഒന്ന് ആലോചിച്ചും കണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് നീങ്ങുന്നത്. പ്രത്യേകിച്ച് റഷ്യയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് യൂറോപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് യൂറോപ്പിലുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ്,
പ്രത്യേകിച്ച് UK മാത്രമേ അതിൽ വിയോജിപ്പുള്ളൂ. പക്ഷേ ഇമ്മാനുവൽ മാക്രോണും ജോർജിയ മെലോണി, ജർമ്മനിയുടെ മെർസ് ഫ്രെഡറിക്, ഇവർക്കെല്ലാം തന്നെ റഷ്യയുമായിട്ട് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. റഷ്യയുമായിട്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ചീപ്പർ കോസ്റ്റിൽ അവർക്ക് എനർജി കിട്ടും. അതുപോലെ തന്നെ പഴയതുപോലെ അവർക്ക് ട്രേഡ് പുഷ്ടിപ്പെടും. ഇപ്പം നിലവിലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്ട്രക്ക് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതായത് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ രണ്ടുപേരും പരസ്പരം ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് റഷ്യ ഒരു സൈഡിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്, യൂറോപ്പ് മറ്റൊരു സൈഡിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രമാത്രം എക്കണോമിക് ലോസ് രണ്ട് രാജ്യങ്ങൾക്കും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്, അപ്പുറത്തെ റഷ്യയ്ക്കും ഇപ്പുറത്തെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. പൊതുവിൽ യൂറോപ്പിന്റെ അപ്രോച്ച് ഇച്ചിരി സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. അത്ര അഗ്രസീവായിട്ട്, പണ്ടത്തെ പോലെ അത്ര അഗ്രസീവായിട്ട് ഉക്രൈന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല നിലവിൽ. പിന്നെ ട്രംപും സ്കോട്ട് ബെസന്റും കൂടി ഇന്നൊരു ചെറിയ ചർച്ച നടത്തിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 25% താരിഫ് ഇന്ത്യക്ക് എടുത്ത് മാറ്റാം. അതായത് ഈ പുനറ്റീവ് താരിഫ് എന്ന് പറഞ്ഞൊരു താരിഫ് ഇട്ടിട്ടുണ്ടല്ലോ റഷ്യയുടെ പേരും പറഞ്ഞുകൊണ്ട്. അപ്പം യൂറോപ്പും ഇന്ത്യയും ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതോടുകൂടി 25% അഡീഷണൽ താരിഫ് ഒന്ന് കുറയ്ക്കാം എന്നുള്ള ഒരു ഡിസ്കഷൻ നടത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് സ്കോട്ട് ബെസന്റ് ഇതിനെക്കുറിച്ചുള്ള പരാമർശം ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത്. അപ്പം പുള്ളിക്കാരന് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ട്രംപും സ്കോട്ട് ബെസന്റും കൂടി ചേർന്നിട്ടാണ്, അതായത് ട്രംപിന്റെ ഒരു ഡിസിഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള നിലയിലാണ് സ്കോട്ട് ബെസന്റ് ഇപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് മേലുള്ള 25% പുനറ്റീവ് താരിഫ് എടുത്ത് മാറ്റാം എന്നാണ് അവർ തമ്മിൽ തീരുമാനിച്ചതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ അതേസമയം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 25% അഡീഷണൽ താരിഫ് ഇന്ത്യക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കുറയുമ്പോൾ അത് വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെയും ഇറാന്റെ മുന്നിലും അമേരിക്ക യുദ്ധഭീഷണിയുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഒരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, നിങ്ങൾ താരിഫ് 50 ആക്കൂ, 75 ആക്കൂ, 100 ആക്കൂ, എന്തെങ്കിലുമൊക്കെ ആക്കിക്കോ. ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തുന്നില്ല. അത് തന്നെയാണ് ഒരു പരിധി വരെ നമുക്ക് നല്ലത്. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സൈലൻസ് ആണ് നമ്മളുടെ വെപ്പൺ. അതാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെ ഇന്ത്യയിൽ നിന്ന് ഒരു രീതിയിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ അതിനെ എതിർത്തോ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചോ ഒരു സ്റ്റേറ്റ്മെന്റുകളും പോകുന്നില്ല, പ്രത്യേകിച്ച് ഈ താരിഫ് വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ഒരു ടോക്ക് ഇങ്ങനെ ലൈം ലൈറ്റിൽ കൊണ്ടുവരാണ്. ഇന്ത്യയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ടാക്ടിക്സ് ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കളി കൂടി ആവാം ഇത്. അപ്പോൾ എന്തായാലും നിലവിൽ ഇതൊക്കെയാണ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.